ഇത് ഞാനും എന്നെ കൈ 4 വയസ്സ് എളപ്പമുള്ള എൻ്റെ അനിയനോട് അവൻ്റെ എൻഗേജ്മെന്റ് ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുകൂടെ കാർ വാഷ് ചെയ്യണം. എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അവൻ ഇത്ര വലുതായി. വീട്ടിലെ ഇളയ കുട്ടിയും മൂത്ത കുട്ടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എത്ര വ്യത്യാസമില്ലെന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടി എന്ന നിലയ്ക്ക് ഓനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ചൈൽഡായിട്ടാണ് കാണുന്നത്. സംഭവം 4 വയസ്സ് വ്യത്യാസം കണ്ടാൽ അവൻ എന്നെ കൈ വലുതാണ്, നീളവും. പക്ഷേ ഹീസ് ഓൾവേസ് മൈ ഫസ്റ്റ് ചൈൽഡ്. നമ്മൾ ഈ മൂത്ത കുട്ടികൾക്കുണ്ടല്ലോ എപ്പോഴും ഇളയ കുട്ടികളോട് ഭയങ്കര ഒരു സ്നേഹം കാണും കേട്ടോ. അവർക്കുള്ളതിനേക്കായി അവരിങ്ങോട്ട് കാണിക്കുന്നതിന്റെ ആത്മാർത്ഥത ഇരട്ടിയിലേറെയായിട്ട് നമ്മൾ അങ്ങോട്ട് കാണിക്കാറുണ്ട്. എനിക്കാണെങ്കിൽ അവന്റെ ലൈഫ് ബെറ്റർ ആവണം, അവൻ രക്ഷപ്പെടണം, അവൻ ജോലി മേടിക്കണം, ഇങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ അവന്റെ പെൺകുട്ടി. ഇത് അർച്ചന, നഴ്സാണ് കേട്ടോ കുട്ടി. എന്റെ അനിയൻ എന്താ ചെയ്യുന്നതല്ലേ, അവൻ ഇന്ത്യൻ ആർമിയിലാണ് കേട്ടോ. ഐ എം പ്രൗഡ് ഓഫ് ഹിം. 19 വയസ്സിൽ തന്നെ അവൻ ജോലി മേടിച്ചിട്ടുണ്ടായിരുന്നു. അവനെ മനസ്സിലാക്കണ നല്ലൊരു കുട്ടീനെ അവൻ തന്നെ കണ്ടുപിടിച്ചു. സോ ഞാനിപ്പോൾ ഇരട്ടി ഹാപ്പിയാണ്. നമ്മൾ ഈ പെൺകുട്ടികൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഇമോഷണൽ അവൈലബിലിറ്റി അല്ലേ, അത് വേണ്ടുവോളം ഉള്ള ഒരാളാണ് കേട്ടോ എന്റെ അനിയൻ. എന്റെ അടുക്ക് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഓൾറെഡി അടുക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവർ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടാ 2015 എന്നെ 19 വയസ്സിൽ കെട്ടിച്ചു വിട്ട ടൈമിൽ എന്റെ അനിയൻ 10th എന്തോ പഠിക്കുമായിരുന്നു. ആ ഒരു ടൈമിൽ അവൻ എപ്പോഴും വീട്ടിൽ പറയാറുന്ന അത്ര നീതും ഇല്ലാത്തപ്പോൾ വീട് എന്തോ പോലെ. എന്നെ കെട്ടിച്ചു വിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടത് അവനായിരുന്നു. അവന്റെ ഈ ഒരു ബിഗ് ഡേയിൽ ഇപ്പൊ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ ഓനെ പാളയിൽ വലിച്ചുകൊണ്ട് പോയപ്പോഴത്തേനും മോൻ മറിഞ്ഞു വീണിട്ട് ഓന്റെ താടി പൊട്ടി. കരയുന്ന കണ്ടിട്ട് വീട്ടുകാരെ അടിയിട്ടൊന്ന് പേടിച്ചിട്ട് ഓടിപ്പോയി ഞാൻ ഒളിച്ചിരുന്നു. അങ്ങനെയൊക്കെ ക്രൂരതകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇവൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. അവൻ അതുപോലെ തന്നെയാണ്. എന്നെ ആരെങ്കിലും വിഷമിച്ച് കഴിഞ്ഞാൽ ഇടം വല്ല നോക്കാതെ അവൻ അവരോട് അത് പോയി ചോദിക്കൂട്ടോ. അപ്പൊ നിന്റെ ബിഗ് ഡേയിൽ നീ ഇന്ന് എത്ര ഹാപ്പിയാണോ അതുപോലെ ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കണം എനിക്ക്.